കാസർഗോഡ് കറന്നക്കാട് ദേശീയപാതയിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പിന്നിൽ മറ്റൊരു ലോറി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽപ്പെട്ട ലോറി ദേശീയപാതയിൽ തുടരുന്നത് വീണ്ടും അപകടം വിളിച്ചോതുന്നു. കാസർഗോഡ് നിയോജക മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂരിനെ ടോർച്ച് അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. കാസർഗോഡ് കറന്നക്കാട് ദേശീയപാതയിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പിന്നിൽ മറ്റൊരു ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ ദേശീയപാതയിൽ നിന്നും മാറ്റാതെ തുടരുന്ന ലോറി അപകടം വിളിച്ചോതുന്നു. ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഈ അപകടത്തെ തുടർന്ന് 1.5 മണിക്കൂർ ക്യാബിനിൽ കുടുങ്ങിയ ലോറി ക്ലീനറെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് സാഹസികമായാണ് രക്ഷപ്പെടുത്തിയത്. ദിവസങ്ങൾക്ക് മുൻപ് ബന്ദിയോടും സമാനമായ രീതിയിലുള്ള അപകടത്തിൽ പാണലത്തെ പള്ളി ഇമാമും തലപ്പാടി KC റോഡ് സ്വദേശിയുമായ മുഹ്യുദ്ദീൻ സിനാൻ എന്ന യുവാവും മരണപ്പെട്ടിരുന്നു. അപകടമുണ്ടായാൽ അടിയന്തരമായി ദേശീയപാതയിൽ നിന്നും വാഹനങ്ങൾ മാറ്റാതെ തുടരുന്നത് വീണ്ടും വലിയ അപകടമാണ് വിളിച്ചോതുന്നത്. രാത്രികാലങ്ങളിൽ നിർത്തിയിട്ട വാഹനങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതും അമിത വേഗതയുമെല്ലാം ഇതിന് കാരണമാവുന്നുണ്ട്. അതേസമയം നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്ത ചെങ്കള തലപ്പാടി ദേശീയപാതയിൽ മുന്നറിയിപ്പ് ലംഘിച്ചുകൊണ്ടുള്ള വാഹന ഓട്ടം പതിവായിട്ടുണ്ട്. 6 പാതയിൽ ഇരുചക്ര വാഹനങ്ങൾ, മുച്ചക്ര വാഹനങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രവേശനമില്ല. ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ചീറിപ്പായുകയാണ്. ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പോ പോലീസോ നടപടി തുടങ്ങാത്തത് വലിയ ആക്ഷേപമാണ് ഉയർത്തുന്നത്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.